പ്രമാദമായ ഇലന്തൂർ ആഭിചാര കൊലക്കേസിൽ വിചാരണയ്ക്ക് മുമ്പായുള്ള പ്രാഥമിക വാദം തുടങ്ങി. വിചാരണ ഉടൻ ആരംഭിക്കും. കേസ് ഈ മാസം 25-ലേക്ക് മാറ്റി. ഇരട്ട കൊലക്കേസിൽ 2.5 വർഷത്തിന് ശേഷമാണ് വിചാരണ നടപടികൾ തുടങ്ങുന്നത്. പനമ്പള്ളി നഗറിൽ മുൻ ഇടമലയാർ കോടതിയായ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. ഹൈക്കോടതി അടക്കം ജാമ്യം നിശ്ചയിച്ച പ്രതികൾ 2.5 വർഷമായി ജയിലിലാണ്. 2022 ഒക്ടോബർ 11-നാണ് ഇലന്തൂരിലെ ഇരട്ടക്കൊല പുറം ലോകമറിഞ്ഞത്. പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫി, തിരുമ ചികിത്സകൻ ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവരാണ് കേസിലെ 1 മുതൽ 3 വരെ പ്രതികൾ. തമിഴ്നാട് സ്വദേശിനി കടവന്ത്രയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പത്മ, കാലടിയിൽ ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന വടക്കാഞ്ചേരി സ്വദേശിനി റോസ്ലി എന്നിവരായിരുന്നു കൊല്ലപ്പെട്ടത്. പത്മയെ കാണാതായെന്ന പരാതിയിൽ തുടങ്ങിയ പോലീസ് അന്വേഷണമാണ് ക്രൂരമായ 2 കൊലപാതകങ്ങളുടെ ചുരുളഴിച്ചത്. കുടുംബത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്കെന്ന് ഭഗവത് സിംഗിനെയും ഭാര്യ ലൈലയെയും വിശ്വസിപ്പിച്ച് മുഹമ്മദ് ഷാഫി 2 സ്ത്രീകളെയും ഇലന്തൂരിലെ ഭഗവത് സിംഗിന്റെ വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വൈകാതെ കുറ്റവാളികളായി പോലീസ് കണ്ടെത്തിയ 3 പേരും അറസ്റ്റിലായി. കൊലക്കുറ്റത്തിന് പുറമെ മനുഷ്യക്കടത്ത്, കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളും പ്രതികൾക്കെതിരെയുണ്ട്. റോസ്ലി വധക്കേസിലും പത്മ വധക്കേസിലും പ്രത്യേകമായി കുറ്റപത്രങ്ങൾ സമർപ്പിക്കുകയായിരുന്നു. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. അരിങ്കൊലകൾ നടന്ന പോലീസ് സീൽ ചെയ്ത വീട് കാടുപിടിച്ചു കിടക്കുകയാണ്. സമാനതകളില്ലാത്ത ക്രൂരത വെളിവാക്കുന്നതാണ് കേസ്. ജനം, കൊച്ചി.